തൃശൂർ കോടാലിയിൽ പാമ്പുകടിയേറ്റ് മരിച്ച 8 വയസ്സുകാരന്റെ വീട്ടിൽ നിന്ന് വീണ്ടും പാമ്പിനെ കണ്ടെത്തി. വീട്ടിലെ ശുചിമുറിയിൽ നിന്നാണ് വീണ്ടും പാമ്പിനെ കണ്ടെത്തിയത്. ഇതോടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ പാമ്പുകളുടെ എണ്ണം 5 വീട്ടിലെ ശുചിമുറിയുടെ തറ പൊളിച്ച് പരിശോധിക്കുകയാണ് ഇപ്പോൾ. TV അനുമോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, ആൽജോയുടെ മരണത്തിന് പിന്നാലെ തന്നെ ആ വീടിന് ചുറ്റും തീയിട്ട് മറ്റ് പാമ്പുകളുടെ സാന്നിധ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഇതൊക്കെ എല്ലാ രീതികളും പരീക്ഷിച്ച് നോക്കിയതായിരുന്നു. എന്നിട്ടും ഇപ്പോഴും പിന്നെയും പാമ്പ് വന്നുകൊണ്ടിരിക്കുന്നു ആ വീട്ടിൽ. എന്താണിപ്പോൾ അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പറയുന്നത്? എന്താണ് അവിടെ ഇനിയും പാമ്പുകളുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതയാണോ അവർ ചൂണ്ടിക്കാണിക്കുന്നത്? അനുശ്രീ, കോടശ്ശേരി മലയുടെ അടുത്താണ് ഇവരുടെ വീട്. ആൽജോയും അനോഷും 2 പേരൊക്കെയാണ് അന്ന് പാമ്പ് കടിയേറ്റത്. അതിൽ ആൽജോ മരിച്ചു. അനോഷ് ഇപ്പോൾ അപകടങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്. ജീവിതത്തിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ വീട്ടിൽ നിന്ന് പരിശോധനയിൽ പാമ്പുകളെ കണ്ടെത്തിയതോടെയാണ് ഇപ്പോൾ സർപ്പ സംഘം തന്നെ അവിടെ എത്തി വിശദമായ പരിശോധന നടത്തുന്നത്. ആ വീടിന്റെ തറയ്ക്ക് അടിയിൽ പാമ്പുകൾ ഉണ്ടാകുമെന്ന നിഗമനത്തിൽ അവിടെയെല്ലാം പൊളിച്ച് പരിശോധിക്കുന്ന നടപടികളൊക്കെയാണ് പുരോഗമിക്കുന്നത്. ശുചിമുറിയുടെയും അതേപോലെ തറയും പുറത്തേക്ക് വെള്ളം ഒഴുകി പോകുന്ന പൈപ്പൊക്കെ പൊളിച്ചുകൊണ്ടാണ് പരിശോധിക്കുന്നത്. ഇവിടെ ഈ പാമ്പ് മുട്ട വിരിഞ്ഞിറങ്ങിയതിന്റെ ഒരു സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും അധികം പാമ്പുകൾ എന്നാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീടിന്റെ പരിസരത്തും സാധാരണഗതിയിൽ പാമ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിലും തറക്കടിയിലും വെള്ളത്തിന്റെ സാന്നിധ്യമുള്ളിടത്തും, അതായത് ചൂട് കുറവുള്ള ഇടങ്ങളിലായിരിക്കും ഉണ്ടാവുക. ആ മേഖലകളൊക്കെ പൊളിച്ചുകൊണ്ട് വിശദമായിട്ടുള്ള ഒരു പരിശോധന തന്നെയാണ് നടത്തുന്നത്. കൂടുതൽ പാമ്പുകൾ ഉണ്ടാകുമെന്ന ഒരു ധാരണയിൽ തന്നെയാണ് സർപ്പ സംഘത്തിന്റെ ഈ ഒരു പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്നാണെങ്കിലും വലിയ ജാഗ്രത ഈ ഒരു ചൂട് കൂടുന്ന സാഹചര്യത്തിൽ പാമ്പുകളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന മുൻകരുതലിൽ വേണമെന്ന നിർദ്ദേശം അധികൃതർ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ഇവിടെ മണിക്കൂറുകൾ നീളും ഈ കോടശ്ശേരി മലയുടെ ചുവട്ടിലുള്ള ഈ ഒരു കോടാലിയിലെ വീട്ടിലെ പരിശോധനകൾ എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് വനമേഖലയാണ്. അതുകൊണ്ട് തന്നെ വനത്തിൽ നിന്ന് ചൂട് കൂടുമ്പോൾ തണൽ തേടിയും അതേപോലെ ചൂട് കുറവുള്ള സ്ഥലം തേടിയും പാമ്പുകൾ വരാനുള്ളൊരു സാധ്യത ഈ ഭാഗത്തുണ്ട് എന്ന് തന്നെയാണ് അധികൃതർ കരുതുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വീട്ടിൽ വളരെ വിശദമായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നത്. കൂടുതൽ ഇടങ്ങൾ പൊളിച്ച് പരിശോധിച്ച് പാമ്പുകളെ കണ്ടെത്തുകയാണ് ലക്ഷ്യം. എന്താണെങ്കിലും നടപടികൾ പുരോഗമിക്കുകയാണ്. ശരി, അനുമോദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.